ഹായ് നമസ്കാരം എല്ലാൻ്റെ ഡെയിലി ജേണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റൈച്ച എങ്ങോട്ടാണ് നമ്മൾ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഒക്കെ ഇട്ട് പോകുന്നത്? അതെ, നമ്മൾ ഐഫോൺ പുതിയ ഫോൺ എടുക്കാൻ പോവാണ് ആപ്പിൾ സ്റ്റോറിലേക്ക്. റൈച്ചാൻ ഐഫോൺ 17 പ്രോയും ഞാൻ 17 പ്രോ മാക്സും പുതിയ കളറും അതുപോലെ തന്നെ പുതിയ ഡിസൈനും ഒക്കെയാണെന്ന് പറഞ്ഞു. ഞങ്ങളൊന്ന് പോയി നോക്കാൻ പോവാണ്. ഇവിടെ ഒക്ടോബറിലേ ലോഞ്ച് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് നോക്കി സെറ്റ് ചെയ്ത് വെക്കണം. ബിക്കോസ് എൻ്റെ ഫോൺ 1 TB ആണ്, റൈച്ചാന് 256 GB ആണ്, എനിക്ക് 1 TB ആണ് വേണ്ടത്. അപ്പോൾ റൈച്ചാന് ഏത് കളറാണ്? ബ്ലൂവോ? നോക്കാം, നമുക്ക് അവിടെ പോയിട്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. റൈച്ചാന് ആദ്യമായിട്ട് എൻ്റെ വ്ളോഗിൽ ഇത്രയും നേരം തന്നെ സംസാരിക്കുന്നത് പിടിച്ചു നിർത്തി സംസാരിക്കുന്ന പോലെ ഉണ്ട് കേട്ടോ. ഇല്ല, റൈച്ച വെരി കൂളാണ്. അപ്പോൾ ഞങ്ങൾ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് കോയിൻസിഡൻസ് ആയിട്ട് ഇട്ടതാണ്. അപ്പോൾ റൈച്ച പോവല്ലേ? അപ്പോൾ ഞങ്ങൾ പോവാണ് ഗൈസ്. അപ്പോൾ അതിനു മുമ്പേ ഞാനിപ്പോൾ ലെസ്റ്ററിലാണ്, ബൈ ദ വേ, ക്രോയിഡനിലല്ല. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ഇവിടെയാണ്. അക്കയ്ക്ക് ചെറിയൊരു സർജറി ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അക്കയുടെ, അതായത് ഈ വർഷം തന്നെയാണ് അക്കയുടെ സർജറി നടന്നത്. അക്കയ്ക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മെറ്റൽ റാഡ് അകത്തുണ്ടായിരുന്നു. അപ്പോൾ അത് റിമൂവ് ചെയ്തു. ചെറിയൊരു ഇൻഫെക്ഷനും അതുപോലെ തന്നെ പസ്സൊക്കെ വരുന്നുണ്ടായിരുന്നു. നല്ല പെയിനും ആയിരുന്നു കഴിഞ്ഞ 2 മാസമായിട്ട്. അതൊക്കെ റിമൂവ് ചെയ്തു. പക്ഷെ ഞാൻ ലെവിക്കുട്ടിനും ഇതൊന്നും അറിയാതെയാണ് കേട്ടോ ഇവിടെ വന്നത്. ഓണം പ്രമാണിച്ച് ഷൂട്ടിൻ്റെ ബിസിയാണ്, എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഒരു സർപ്രൈസ് ആയിട്ടാണ് ഡാഡിക്കും മമ്മിക്കും റൈച്ചാനും അക്കയ്ക്കും പിള്ളേർക്കും ഒക്കെ ഞങ്ങൾ കൊടുത്തത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ട്രെയിനിൽ ലസ്റ്ററി വന്നിരിക്കുന്നത്. അപ്പോൾ ആ യാത്രയൊക്കെ ഒന്ന് നിങ്ങൾ കണ്ടിട്ട് തിരിച്ചു പോയി. അപ്പോഴത്തേക്ക് ഞങ്ങൾ ആപ്പിൾ സ്റ്റോറിൽ എത്തുന്നതായിരിക്കും. അപ്പം അക്കയുടെ സർജറിയുടെ ഡീറ്റെയിൽസും കൂടെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഷെയർ ചെയ്യാം. ഓക്കെ, ഞാൻ ലെവിക്കുട്ടിനും കൂടെ അപ്പച്ചനും അമ്മച്ചിക്കും ആക്കിക്കാൻ റൈച്ചാനും പിള്ളേർക്കും ഒക്കെ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അവർക്കറിയില്ല ഞങ്ങൾ ഇന്ന് ചെല്ലുന്നുണ്ടെന്ന്. ഓണത്തിൻ്റെ ഷൂട്ടൊക്കെ ആയിട്ട് ഞാൻ ബിസിയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. എല്ലാ ഷൂട്ടും ഞാൻ 2 ദിവസം മുമ്പേ തീർത്ത് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഉള്ളത് 12:30ക്കാണ്. നമുക്ക് ഇവിടുന്ന് ഒരു 10 മിനിറ്റ്സ് പോലും ഇല്ല നടക്കാനുള്ളൂ. പക്ഷേ ലിഫ്റ്റിനെ കൊണ്ട് പോകുമ്പോൾ ചിലപ്പോൾ അത് 10 മിനിറ്റ്സ് ആകേണ്ടി വരും. പിന്നെ ടിക്കറ്റും എടുക്കണം. ലെസ്റ്ററിലേക്കാണ് ഡയറക്റ്റ് ട്രെയിൻ ഉള്ളത്. അപ്പോൾ ഗൈസ്, നമുക്ക് ഗെറ്റ് റെഡി ആവാം. ലെവിക്കുട്ടിനും ഞാനും കൂടെ ഒന്ന് റെഡി ആയിട്ട് വരട്ടെ. ഇനി ഇവനെ കുളിപ്പിക്കണം, സെറ്റ് ആക്കണം, എന്നിട്ട് നമുക്ക് നേരെ സ്റ്റേഷനിലേക്ക് വിടാം കേട്ടോ. ഓക്കെ, തലേ ദിവസമേ ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു. കൊണ്ടുപോകേണ്ട സാധനങ്ങളും ഞാൻ സെറ്റ് ചെയ്ത് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മമ്മിക്ക് ചെറിയൊരു ക്ലൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് അക്ക 2 പ്രാവശ്യം വിളിച്ചപ്പോൾ എനിക്കൊരു ഡൗട്ട്, മമ്മി പറഞ്ഞു എന്ന്. പക്ഷെ മമ്മി ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ദേ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് കൈയും വാഷ് ചെയ്ത് ഞാൻ പെട്ടെന്ന് തന്നെ ഗേറ്റിന് അങ്ങോട്ട് പോവാണ്. ഞാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ നെയ്ബർ ഓടിയെത്തി. പുള്ളിക്കാരനാണ് ഗേറ്റിൻ്റെ അവിടെ വരെ കൊണ്ടുവന്നിട്ട് എൻ്റെ സ്യൂട്ട് കേസ് തന്നത്. എനിക്ക് ഒട്ടും പരിചയമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ, കുഞ്ഞായിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്യുന്നത്. അച്ഛൻ്റെ കൂടെ 1-2 പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം ഞാൻ ഡ്രൈവ് ചെയ്തിട്ടാണ് എത്ര ദൂരമാണെന്നുണ്ടെങ്കിലും പോകാറുള്ളത്. ഷൂട്ടിൻ്റെ കാര്യത്തിനാണെങ്കിലും ലെസ്റ്ററിലാണെങ്കിലും ഒക്കെ. ഈവൻ ടിക്കറ്റ് എടുക്കുന്നത് തൊട്ടിട്ട് എനിക്ക് കൺഫ്യൂസ്ഡ് ആയിരുന്നു. എല്ലാം ഞാൻ അച്ഛനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് കേട്ടോ ചെയ്തത്. പബ്ലിക് ട്രാൻസ്പോർട്ടും കുഞ്ഞുങ്ങൾക്ക് പരിചയമാക്കണം എന്നുള്ളത് ലെവിക്കുട്ടിനെയും കൊണ്ട് ട്രാവൽ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ചില കുട്ടികൾക്ക് കാറിൽ കയറാൻ നേരത്തെ ബുദ്ധിമുട്ടുള്ളതുപോലെ തന്നെ കാറ് മാത്രം പരിചയമുള്ള കുട്ടികൾക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടും ബുദ്ധിമുട്ടാവും കേട്ടോ. സ്റ്റേഷനിലേക്ക് സ്ട്രോളറും അതുപോലെ തന്നെ ലഗേജും കൊണ്ട് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ കൃപ കൊണ്ട് തക്ക സമയത്ത് ഒരാൾ വന്ന് ഹെൽപ്പ് ചെയ്തു. ലെസ് ലഗേജ് മോർ കംഫർട്ട് എന്നല്ലേ പറയുന്നത്, അത് സത്യമാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകാൻ നേരത്ത് സ്ട്രോളറും ഇതും എല്ലാം കൂടെ പൊക്കി പിടിച്ച് പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു ടാസ്ക്കാണ്. ഞാൻ കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒത്തിരി ലഗേജ് എടുക്കുന്നത് കാരണം ഇവിടെയും ഒട്ടും കുറച്ചില്ല. ഇനി ആപത്ത് ഞാൻ ഒരിക്കലും ചെയ്യില്ല. അപ്പോൾ അതേ നമ്മൾ സെൻറ്റ് പാൻക്രസ് ഇൻ്റർനാഷണൽ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അവിടെ വെച്ച് നമ്മളൊരു മലയാളി പയ്യൻ, ട്രിവാൻഡ്രം പയ്യനെ കണ്ടു. ഹാപ്പി ഓണൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ അടുത്ത ട്രെയിൻ പിടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ എത്തിയപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ടെൻസ്ഡായി കേട്ടോ. പിന്നെ ഫോൺ അധികം യൂസ് ചെയ്യാത്തത്, എപ്പോഴാണ് ഫോൺ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നതെന്ന് പറയാൻ പറ്റില്ല. ഒത്തിരി കള്ളന്മാരുടെ ശല്യമുണ്ട്. എൻ്റെ വീട്ടിൽ കള്ളം കയറിയ സമയത്ത് ഞാൻ വീഡിയോ ഇട്ടപ്പം ഒരുപാട് ആളുകൾ അത് കളിയാക്കിക്കൊണ്ട് റീൽ ചെയ്തു. എന്നാൽ ചില ആളുകളല്ല, ഒത്തിരി ആളുകൾക്ക് അത് യൂസ്ഫുൾ ആയി എന്ന് പറഞ്ഞ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഏതൊരു കാര്യം ചെയ്യാൻ നേരത്തും ബാഡ് കമൻറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് മെനക്കെട്ടിരിപ്പുണ്ട്. അത് നമ്മളെ അടുത്തറിയുന്ന ആളുകൾ തന്നെയാണ് കേട്ടോ. എന്നാൽ പല ആളുകളുടെ വീട്ടിൽ കള്ളം കയറിയിട്ട് നാണക്കേടായിട്ട് പറയാതിരിക്കുന്നവരുണ്ട്. ഞാനതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഷെയർ ചെയ്തത്. ഞാൻ എടുക്കാത്ത പ്രിക്കോഷൻസ് എല്ലാം മറ്റുള്ളവർ എടുത്തോട്ടെ, അല്ലെങ്കിൽ ഒരു കെയർഫുൾ ആയിട്ട് ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ടാണ്. അത് ഒത്തിരി പേർക്ക് യൂസ്ഫുൾ ആയെന്ന് കേട്ടതിൽ സന്തോഷം. അങ്ങനത്തെ നമ്മളിവിടെ ലെസ്റ്ററിൽ എത്തിയിരിക്കുകയാണ്. ലെസ്റ്ററിൽ എത്തിയതിൻ്റെ ബോർഡൊന്നുമില്ലേ, അതുകൊണ്ടുണ്ട് ലെസ്റ്റർ എന്ന് കാണാം. അപ്പം ഞാനും ലെവിക്കുട്ടിനും ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ട്രെയിൻ യാത്ര. നമ്മൾ ഡ്രൈവ് ചെയ്ത് ഒത്തിരി ദൂരം പോയിട്ടുണ്ട്, 3, 4, 5 മണിക്കൂർ. പക്ഷേ ട്രെയിനിൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഒരു 2 hours ജേർണി. ലെവിക്കുട്ടിൻ്റെ അടുത്ത് ചോറ് പോലും അവന് കൊടുക്കാൻ പറ്റിയില്ല, നല്ല ബിസിയായിരുന്നു. പിന്നെ നമ്മൾ ഇരിക്കുന്ന സീറ്റിൻ്റെ ഓപ്പോസിറ്റും ആൾക്കാരുണ്ടായത് കൊണ്ട് നമ്മുടെ ഫുഡിൻ്റെ സ്മെല്ലൊരു പ്രശ്നമാണെന്ന് കരുതിയിട്ടാണ്
അവന് ചിപ്സൊക്കെ കൊടുത്തത്. പാലൊക്കെ കുടിച്ച ആൾ കുറച്ചൊക്കെ വയറ് നിറഞ്ഞു. ഇനി വീട്ടിൽ ചെന്നിട്ട് മമ്മിയുടെ വകയുള്ള സ്പെഷ്യൽ ലഞ്ച് കഴിക്കാം. ലവി, നീ ചായടാണോ? വായിൽ കൈവെക്കല്ലേ, നീ ചായടാണോ? ലവിക്ക് മനസ്സിലായില്ല എവിടെയാണെന്ന്. സത്യം പറഞ്ഞാൽ അക്കയ്ക്കും റൈച്ചാനും മമ്മിക്കും ഡാഡിയേയും കാട്ടി എന്താ പറയുക സർപ്രൈസ്ഡ് ആവുന്നത് കുഞ്ഞുങ്ങളാണ്. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. ഇനി അവരെ സ്കൂളിൽ വിളിക്കാൻ പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. 3 o'clock അവരുടെ സ്കൂള് വിടുന്നത്. അതിന് മുമ്പേ നമുക്ക് ടാക്സി ബുക്ക് ചെയ്ത് വീട്ടിലെത്താം. ഇവിടുന്ന് ഒരു 5 minutes ഉള്ളൂ ഡ്രൈവ്. അപ്പം ഞാനൊന്ന് ഊബർ ബുക്ക് ചെയ്യട്ടെ കേട്ടോ. ഞാൻ പണ്ട് ഷൂട്ടിനായിട്ട് നാട്ടിൽ പോകുന്ന സമയത്ത് മമ്മിക്കും ഡാഡിക്കും ഇടയ്ക്കിടയ്ക്ക് സർപ്രൈസ് കൊടുക്കുമായിരുന്നു കേട്ടോ. ഇന്നത് ഒത്തിരി വർഷത്തിന് ശേഷം കുഞ്ഞായിട്ട് ചെയ്യാൻ നേരത്ത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ. പിള്ളേരെ കാണുന്നതിൻ്റെ ഒരു സന്തോഷം, പിള്ളേരുടെ റിയാക്ഷനും. ഇപ്പോൾ അവരാണ് ഞങ്ങളുടെ വേൾഡ്. പ്രത്യേകിച്ച് ലേവിക്കുട്ടിന് അവരെന്ന് വെച്ചാൽ ജീവനാണ്. 3 മണി കൃത്യമായപ്പോൾ നമ്മൾ അക്കയുടെ വീട്ടിലെത്തി കേട്ടോ. ഡാഡിയാണ് അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അക്കയുടെ വീട്. ഇതേ 1-2 ആളുകൾ പിള്ളേരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ തുടങ്ങി. ലവി, ആരുടെ വീടാ? ആരുടെ വീടത്? ഞാഞ്ഞാരുടെ വീടാണോ? അക്ക ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല കേട്ടോ ഞാൻ വരുമെന്നുള്ളത്. ഓണത്തിൻ്റെ ദിവസമായിരുന്നു ഞാൻ ചെന്നത്. അവൾക്ക് ഭയങ്കര വിഷമമായിരുന്നു ഈ പ്രാവശ്യം എൻ്റെ കൂടെ ഓണം കൂടാത്തത്. അതിൻ്റെ വിഷമം ഞാനങ്ങ് മാറ്റിക്കൊടുത്തു സർപ്രൈസായിട്ട്. ഇവിടുത്തെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഞാൻ റീലിൽ ഷൂട്ട് ചെയ്തത് കാരണം യൂട്യൂബിലേക്കുള്ള വീഡിയോയും കൂടെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ഷീമോന് ലവി എന്ന് വെച്ച ജീവനാണ്. പക്ഷേ ലവിക്കുട്ടൻ ഏറ്റവും കൂടുതൽ കൂട്ടുള്ളത് ദേ ഇച്ചുമണിയോടാണ് കേട്ടോ. ഇച്ചുവിനെ കിട്ടിയാൽ പിന്നെ വേറെ ആരെയും വേണ്ട. അപ്പൂൻ്റെ റിയാക്ഷൻ ഈ പറഞ്ഞതുപോലെ തന്നെ റീലിൽ മാത്രം കുറച്ചേ എടുക്കാൻ പറ്റിയുള്ളൂ. അവനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിള്ളേർ ദേ അവരുടെ ടീച്ചേഴ്സിനെയൊക്കെ കൊണ്ട് കാണിക്കുകയാണ്. ഈ ഒരു നടത്തം കണ്ടിട്ട് എനിക്ക് ഒത്തിരി സന്തോഷമായി. എത്ര കെയർ ചെയ്തിട്ടാണ് 2 പേരെയും കൊണ്ട് ലവിക്കുട്ടൻ പോകുന്നത്. ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് നല്ല വിശപ്പായിരുന്നു. വന്നതും ദേഹം മമ്മി ഉണ്ടാക്കി നല്ല അടിപൊളി ഒരു മിനി സദ്യ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പയറുതോരനൊക്കെ ഞാൻ കഴിക്കാനേ വിട്ടുപോയി. ഇഞ്ചിക്കറി ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ ഈ പ്രാവശ്യത്തെ മമ്മിയുടെ ഇഞ്ചിക്കറി അടിപൊളിയാണ് കേട്ടോ. പിന്നെ പായസം കുടിച്ച് നല്ലൊരു ഉറക്കമാണ്. ഹേ ഗായ്സ്, എല്ലാവരും എന്തു പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? നമ്മൾ ഡാഡിക്കും മമ്മിക്കും അക്കയ്ക്കും റീച്ചാനും പിള്ളേർക്കൊക്കെ നല്ലൊരു സർപ്രൈസ് കൊടുത്തു ലസ്ട്രി വന്നിട്ട്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ എനിക്കൊരു ഷോക്കിംഗ് സർപ്രൈസാണ് കിട്ടിയത്. അക്കയ്ക്ക് പെട്ടെന്നൊരു എമർജൻസി സർജറി വേണമെന്ന് പറഞ്ഞ് NHS കോള് വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അക്കയ്ക്ക് നല്ല പെയിനായിരുന്നു കാലിന്. 1 year ബാക്ക് അക്കയ്ക്ക് ആക്സിഡൻറ്റ് പറ്റിയ വിവരം നിങ്ങൾക്കറിയാം. അപ്പം ഞങ്ങളൊന്ന് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് പറയാം. വണ്ടിയിലിരിക്കുന്നത്. വണ്ടിയിൽ നിന്ന് ബാക്കി വിശേഷം പറയാം. അപ്പം അക്കയ്ക്ക് വേദന കാരണം നമ്മൾ കൊണ്ടുവന്ന് CT സ്കാനും കാര്യങ്ങളൊക്കെ എടുത്തപ്പം അതിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പം അവർ പെട്ടെന്ന് സർജറി റെക്കമെൻഡ് ചെയ്ത് മെറ്റൽ റോഡ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ റാഡ് റിമൂവ് ചെയ്തു. സർജറി കഴിഞ്ഞു. വീട്ടിലെത്തി അക്ക 2 ദിവസമായി. അവിടെ വന്നപ്പോൾ പെട്ടെന്നായിരുന്നു എല്ലാം NHS കോളും സർജറിയും ഒക്കെ. പക്ഷേ ബൈ ഗോഡ്സ് ഗ്രേസ് അവൾ ഓക്കെയാണ്. പക്ഷേ വേദനയുണ്ട്. പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കുക. നമുക്കിന്ന് കുറച്ച് ഷോപ്പിംഗ് പരിപാടികളൊക്കെ ഉണ്ട്. അതെന്തിനാണെന്നല്ലേ, അത് നമ്മൾ വലിയൊരു യാത്ര പോവുകയാണ്. ആ യാത്ര എങ്ങോട്ടാണെന്നുള്ളത് ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. ഓക്കെ, ഇത് മമ്മിയുടെ ഒരു സ്പെഷ്യൽ ഫുഡാണ് ബിസിബളി ബാത്ത്. മൈസൂരിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാനന്ന് പായസം കുടിച്ച് ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഈവനിങ് NHS കോള് വന്നു. നെക്സ്റ്റ് ഡേ രാവിലെ 8 മണിക്ക് എമർജൻസി ആയിട്ട് ഒക്കെയുടെ കാലിന് സർജറി ചെയ്യാൻ പോകണമെന്ന്. CT സ്കാൻ റിപ്പോർട്ട് വന്നപ്പോൾ തൊട്ട് സർജറി ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് എന്നാന്ന് അറിഞ്ഞില്ല. അക്കയ്ക്ക് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ആക്സിഡൻറ്റ് സംഭവിച്ചത്. അപ്പോൾ ആ സമയത്ത് ഒരു മെറ്റൽ റാഡ് ഇട്ടിട്ടുണ്ടായിരുന്നു കാലിൽ. അപ്പോൾ അത് റിമൂവ് ചെയ്യാണ്. ഇൻഫെക്ഷനും അതുപോലെ തന്നെ പസ്സും വരുന്നുണ്ട്. അപ്പോൾ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് ഡേ ഉള്ള സർജറി ഉള്ളത്. അക്കനെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യുക അതുപോലെ തന്നെ പിക്ക് ചെയ്യുക അല്ലാതെ നമുക്ക് ആ സർജറിയുടെ സമയത്തോ അല്ലാതെയോ ഒന്നും അവിടെ നിൽക്കാൻ പറ്റില്ല. പിന്നെ ഒത്തിരി നഴ്സസ് നമ്മളെ അറിയുന്നവരായത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങൾക്കും അക്കയുടെ കൂടെ തന്നെ അവരുണ്ടായിരുന്നു. അക്കയുടെ സർജറിയൊക്കെ കഴിഞ്ഞൊക്കെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷമാണ് ഞങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ പോയത്. സർജറിക്ക് പോയ സമയത്ത് ഞങ്ങളങ്ങ് പ്രാർത്ഥിക്കുകയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 3 മാസമായിരുന്നു റെസ്റ്റ്. സർജറി എങ്ങനെയായാലും സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞാൽ മതിയായിരുന്നു എന്നായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന പോലെ തന്നെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് തന്നെ ആ സർജറി കഴിഞ്ഞ് അക്കയ്ക്ക് വീട്ടിലെത്താൻ പറ്റും. ഹലോ, അങ്ങനെ നമ്മൾ പോയ കാര്യം ചിലതൊക്കെ നടന്നുള്ളൂ. പക്ഷെ നമ്മൾ ഒരു ലോഡ് ഷോപ്പിംഗ് നടത്തി, ഞാനും റീച്ചാനും കൂടെ. നമുക്കൊരു വലിയ ട്രിപ്പ് വരുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ട് ഞാൻ എൻ്റെ അടുത്ത വ്ളോഗിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പം പറയാൻ വന്നത് വേറൊന്നുമല്ല, നമ്മൾ പോയ കാര്യം നടന്നില്ല. ആപ്പിൾ സ്റ്റോറിൽ iPhone വരുന്നത് നെക്സ്റ്റ് വീക്കാണ്. അപ്പം നമ്മൾ ഷോപ്പിംഗ് പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ എൻ്റെ ലവിക്കുട്ടിൻ്റെയും ട്രെയിൻ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു?
ഞങ്ങൾ രണ്ടുപേരും ശരിക്കും അത് എൻജോയ് ചെയ്തു. ഒരു ചെറിയ സമയം ഞങ്ങൾ എന്താ പറയുക, ഞങ്ങളെന്ന് വെച്ചാൽ ഞാൻ പേടിച്ചു, അതായത് ട്രെയിൻ എടുത്തുകൊണ്ട് പോകുമെന്ന്. പക്ഷെ ദൈവകൃപയാൽ കുഴപ്പമൊന്നും ഇല്ലായിരുന്നില്ല. ഞങ്ങളത് എൻജോയ് ചെയ്ത് കൃത്യസമയത്ത് എത്തി. പിള്ളേർക്കൊക്കെ ഒരു സർപ്രൈസ് കൊടുക്കാനും പറ്റി. അപ്പോൾ നമ്മൾ നാളെ തിരിച്ച് നേരെ ലണ്ടനിലേക്ക് പോവാണ്. അവിടെ എനിക്ക് 1-2 പരിപാടികളുണ്ട്. കഴിഞ്ഞ ആഴ്ച നടക്കേണ്ട ഷൂട്ടൊന്നും നടന്നില്ല. ക്ലൈമറ്റ് ഭയങ്കര മോശമായിരുന്നു, മഴയൊക്കെ പെയ്തു. പക്ഷെ ഇന്ന് നാളെയൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പം നാളെ ചെന്നതിന് ശേഷം മറ്റന്നാളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ബാക്കി ഷൂട്ട്. അപ്പം ഇത്രയും നാളെ ഞാൻ വ്ളോഗ് അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് മുമ്പോട്ട് ഇനിയും പ്രോപ്പറായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അറിയില്ല, ടൈം അതുപോലെ തന്നെ ലെവിയുടെ കൂടെ ആയതുകൊണ്ട് കുറച്ച് ബിസിയാണ്. അപ്പം ഞങ്ങളിവിടെ മീൻ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവിടെ ഒരു കടയിൽ. അപ്പോൾ അവിടുന്ന് കുറച്ച് നമുക്ക് ഇന്ത്യൻ ഗ്രോസറീസും കൂടെ മേടിക്കാനുണ്ട്. അപ്പോൾ റേച്ചാൻ എനിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് ഇറങ്ങാമല്ലോ എന്ന് കരുതി. അപ്പോൾ നാളെ നമുക്ക് ട്രെയിൻ കയറാൻ നേരത്ത് അങ്ങോട്ടുള്ള യാത്രയെക്കുറിച്ചുള്ള വിശേഷങ്ങളും പറയും. ഓക്കെ. റേച്ചാനാണെങ്കിൽ ഏതൊക്കെ ഫിഷാണ്, എങ്ങനെയാണ്, നല്ലതാണോ അല്ലേന്നൊക്കെ സെലക്ട് ചെയ്തെടുക്കാൻ അറിയാം കേട്ടോ. എനിക്കങ്ങനെ അറിയില്ല. ഞാൻ എപ്പോഴും സേഫായിട്ട് പോകുന്നത് സാൽമണും കിങ് ഫിഷും അല്ലെങ്കിൽ പ്രോൺസും ആണ്. പിന്നെ ചില സമയത്ത് എനിക്കിഷ്ടമാണ് മറ്റേ സീബ്രിയും കഴിക്കാൻ. മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫിഷിൻ്റെ കാര്യം നോക്കിയെടുക്കാനുള്ള കഴിവ് എനിക്ക് വളരെ കുറവാണ്. അങ്ങനെ ഫാൽഗണി വന്ന് കുറച്ച് വെജിറ്റബിൾസൊക്കെ മേടിച്ചു. തിരിച്ചു വന്നപ്പോഴത്തേക്ക് മമ്മി നല്ല അടിപൊളി കപ്പയും ബീഫും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ലെവിക്കന് കപ്പ വേണ്ട, ബീഫ് മതി എന്നാണ് കാണിക്കുന്നത്, അവൻ്റെ അപ്പായെ പോലെ തന്നെ. എനിവേ അതിന് വലിയ പ്രശ്നങ്ങളോ അലർജിയോ ഒന്നും ഇല്ലാതിരിക്കുന്നു. ആൾ ബീഫ് എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന അതേ ഏരിയയുടെ ഇതിലാണ് കേട്ടോ അവനും കഴിക്കാറുള്ളത്. അക്കയുടെ അപ്ഡേഷൻ എനിക്ക് അധികം കാണിക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു, പക്ഷേ ഒത്തിരി സമയമെടുത്ത് റീക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അവളെല്ലാം ഓക്കെ ആയതിനു ശേഷം നിങ്ങളെ വിവരം അറിയിക്കാം. ലെസ്റ്ററിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെവിക്കുട്ടിനെ എൻ്റെ കൂടെ കിടക്കാൻ വേണ്ടിയിട്ട് പിള്ളേർ ഭയങ്കര അടിയാണ് കേട്ടോ. എല്ലാവരും ഒരുമിച്ച് രാവിലെ കെട്ടിപ്പിടിച്ച് കിടന്ന് അവർ സ്കൂളിൽ പോയി. അവർ സ്കൂളിൽ പോയ സമയത്താണ് ഞങ്ങൾ നേരെ ലണ്ടനിലേക്ക് പോകുന്നത്. മമ്മിയുടെ നല്ല യമ്മീ ഫുഡൊക്കെ കഴിച്ച് അതെല്ലാം പാക്ക് ചെയ്തിട്ടാണ് വിട്ടത്. കൂടാതെ ഡാഡി പയറുതോരനൊക്കെ അരിഞ്ഞ് കട്ട് ചെയ്ത് വിട്ടു. ചെന്ന് കഴിഞ്ഞതിന് ശേഷം ഇനിയും കുഞ്ഞിനെ വെച്ച് അരിയാൻ ടൈം എടുക്കണ്ടെന്ന് കരുതി. അങ്ങനെ ടിക്കറ്റൊക്കെ കളക്ട് ചെയ്ത്, ഇവിടെ ഒരാൾക്ക് ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞ് റെസിപ്റ്റ് മാത്രം കൊടുക്കുകയാണ്. അങ്ങോട്ട് പോയതിനെക്കാട്ടി ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങോട്ട് വരാൻ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെവിക്കുട്ടിൻ്റെ ഒരു ഉറക്കത്തിൻ്റെ ടൈമായിരുന്നു 2:30. അവൻ ഉറങ്ങുന്നുമില്ല, ഉറങ്ങാനുള്ളൊരു ഡിസ്റ്റർബൻസും ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് സെൻറ്റ് പാൻക്രസ് സ്റ്റേഷനിൽ നിന്ന് ഡയറക്റ്റ് പേർലിയിലേക്കുള്ള ട്രെയിനെ ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമ്മൾ ഈസ്റ്റ് ക്രോയ്ഡനിൽ വന്ന് ഇറങ്ങിയതിന് ശേഷമാണ് പിന്നെയും പേർലിയിലേക്ക് കയറിയത്. ഈസ്റ്റ് ക്രോയ്ഡൻ സ്റ്റേഷനിൽ നിന്ന് കയറിയപ്പോൾ തൊട്ട് ഒരാൾ സൈഡിൽ ഇങ്ങനെ തൂങ്ങിയിരിപ്പുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് കോൺഫ്ലേക്സ് ഒക്കെ താഴെ കിടക്കുന്നു. ആളിങ്ങനെ ഉറങ്ങി തൂങ്ങുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ എടുത്ത് നമ്മുടെ സ്ട്രോളറിലേക്ക് വെച്ചു. കാരണം ഉറക്കം നഷ്ടപ്പെടേണ്ട. കാരണം ഈസ്റ്റ് ക്രോയ്ഡനിൽ ഇറങ്ങിയിട്ട് പിന്നെയും എനിക്ക് വേറെ ട്രെയിൻ കയറണം. അപ്പോൾ സ്യൂട്ട് കേസും കാര്യങ്ങളൊന്നും വെച്ചിട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കുഞ്ഞിനെ പെട്ടെന്ന് തന്നെ സ്ട്രോളറിൽ കിടത്തി സേഫ് ആക്കിയത്. നെക്സ്റ്റ് നമ്മൾ ഈസ്റ്റ് ക്രോയ്ഡൻ സ്റ്റേഷനിൽ നിന്ന് പേർലിയിലേക്ക് ട്രെയിൻ കയറുകയാണ് കേട്ടോ. അങ്ങോട്ട് കയറിയ സമയത്ത് എനിക്ക് ആ സ്ലോപ്പ് കാണിക്കാൻ പറ്റിയില്ല. ഇതൊരു ചെറിയ സ്ലോപ്പ്, പിന്നെ ഇതൊരു വലിയ സ്ലോപ്പ്. ഇവിടെയാണ് ഞാൻ സൂട്ട് കേസ് വെച്ച് സ്ട്രഗിൾ ചെയ്തത്. അങ്ങനെ നമ്മൾ തിരിച്ച് പേർലിയിലെത്തി കേട്ടോ. ഈ ലഗേജൊക്കെ പൊക്കിയെടുത്തുകൊണ്ട് പിന്നെ എന്തിനാണ് ഞാൻ വന്നതെന്ന് വിചാരിക്കുന്നുണ്ടാകും. അങ്ങോട്ട് പോകുന്നിടത്ത് ഒരു ലോഡ് സാധനം കാണും, ഇങ്ങോട്ട് പോകുന്നിടത്ത് പിന്നെയും ഒരു ലോഡ് സാധനം കാണും. അങ്ങനെയാണ് അച്ചു പറയാറുള്ളത്. കാറിലാണെങ്കിൽ ഈ ഒരു പെട്ടിയിലൊന്നും അവസാനിക്കത്തില്ല. അത് ഇവിടെ മാത്രമല്ല, മൈസൂർ ആയിരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. മൈസൂർ ടു ബാംഗ്ലൂർ ആണെങ്കിലും, ബാംഗ്ലൂർ ടു മൈസൂർ ആണെങ്കിലും, മൈസൂർ ടു നിലമ്പൂർ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതേ പാറ്റേൺ ഞങ്ങൾ ലെസ്റ്റർ ടു ലണ്ടൻ, ലണ്ടൻ ടു ലെസ്റ്റർ. അപ്പോൾ നമ്മളിതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നതായിരിക്കും. ഇവിടുന്ന് ഞാൻ പിള്ളേർക്കൊക്കെ ഷോപ്പിംഗ് ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും. അവിടുന്ന് എനിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് പെട്ടിയിലാക്കി കൊണ്ടുവരും. പിന്നെ മമ്മിയുടെ വകയുള്ള ഇഷ്ടംപോലെ ഫുഡും കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ യാത്ര നല്ല അടിപൊളിയായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു കയറ്റം ഉണ്ടെന്ന്. ഇത് ചെറിയൊരു സ്ലോപ്പാണെങ്കിലും ഈ ലഗേജ് വെച്ച് കയറാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇതും നല്ലൊരു കയറ്റമാണ് കണ്ടോ. ഓക്കെ, അപ്പം വെയിറ്റ് വെച്ച് നമ്മൾ കയറാൻ നേരത്ത് നല്ല ബുദ്ധിമുട്ടാണ് സ്ട്രോളറും എടുത്ത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്ന് വീഡിയോയിൽ കാണിച്ചപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു, അതേ സ്റ്റോറി ഇട്ടപ്പോൾ ചോദിച്ചിരുന്നു അതെന്ത് കയറ്റമാണ് ചേച്ചിന്ന്. നമ്മുടെ വീട് ഇവിടുന്ന് ഒരു 10 മിനിറ്റ് പോലും ഇല്ല. ലെവി ഉറങ്ങുവാണ്. താഴോട്ട് ഇറക്കമായതുകൊണ്ട് കൊണ്ടുപോകാനും എനിക്ക് ഭയങ്കര ഈസിയാണ്. എന്തായാലും നമ്മൾ സേഫായിട്ട് എത്തി. ഇനി മമ്മിയുടെ ഫുഡൊക്കെ കൊണ്ട് നേരെ ഫ്രിഡ്ജിൽ വെക്കണം. ഞങ്ങൾ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ലെവിക്കുട്ടൻ കുറച്ച് ചോറേ ഉണ്ടുള്ളൂ അക്കയുടെ കൂടെ ഇരുന്ന്. നല്ല ഹെവി ലഞ്ചാണ് ഞാൻ കഴിച്ചത്. മീൻ വറുത്തതും മീൻ കറിയും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ എന്താ നിൽക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട്. ഇവിടെ അതായത് ലോക്കറിൽ വെച്ചിരിക്കുകയാണ്, അത് പോയി കളക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളോട് അപ്ഡേഷൻ ഒന്ന് അറിയിച്ചതിന് ശേഷം അത് പോയി കളക്ട് ചെയ്യാമല്ലോ എന്ന് കരുതി. അപ്പോൾ ഞാൻ ആദ്യം പോയി അത് കളക്ട് ചെയ്തിട്ട്. ലെവി നല്ല ഉറക്കമല്ലേ, അതിൻ്റെ ബാക്ക് സൈഡിലാണ്.
അപ്പോൾ ഗൈസ് എൻ്റെ കൂടെയുള്ള ഈ ഒരു യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഒത്തിരി കാര്യങ്ങൾ നടന്നു. ഇതിൻ്റെ ഇടയ്ക്ക് അക്കയുടെ സർജറിയും എമർജൻസി ആയിട്ട് നടന്നതുകൊണ്ട് തന്നെ കാലിന് നല്ല വേദനയുണ്ട്, പിന്നെ ബ്ലീഡിങ്ങും ഇടയ്ക്കുണ്ട്. അവൾ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യാൻ നേരത്തെ ആ റാഡ് റിമൂവ് ചെയ്തത് കാരണം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക. അപ്പോൾ എൻ്റെ കൊച്ചും ട്രാപ്പി നല്ല സൂപ്പർ ഉറക്കമാണ് കേട്ടോ. അവൻ ഉണരുന്നതിന് മുമ്പേ ഞാൻ വീട്ടിൽ സേഫായിട്ട് എത്തട്ടെ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡ് ഒരു വെറൈറ്റി എപ്പിസോഡായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. ഹാവ് എ ഗ്രേറ്റ് ഗൈസ്, ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ്, ബൈ. ഈ വ്ളോഗിൻ്റെ ലാസ്റ്റ് ഞാൻ പോകാനിരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് പറയാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ സ്ഥലത്തിന് ഒരുപാട് തടസ്സങ്ങളാണ് കേട്ടോ ഞാൻ പോകാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോൾ തൊട്ട് കാണിക്കുന്നത്. അപ്പോൾ അത് സക്സസ് ആവാത്തത് കൊണ്ട്, പാസ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ആക്ച്വലി അത് ഷെയർ ചെയ്യാത്തത്. നിങ്ങളോടൊരു കാര്യം പ്രോമിസ് ചെയ്തിട്ട് ഞാൻ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയല്ലോ എന്ന് ഞാൻ ആലോചിച്ചു. അങ്ങനെ ഞാൻ നിങ്ങളെ നിരാശരാക്കി പോകത്തില്ല. തിരിച്ചു വരുന്ന വഴിക്ക് ലെവിക്കുട്ടിന് പാലും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരാൾ ദൈവദൂതനെയെ പോലെ വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ കയറി ചെന്നതും ഒരു ചായ ഇട്ടാണ് കുടിച്ചത്. നല്ല ക്ഷീണമുണ്ടായിരുന്നു. ലെവിക്കുട്ടിന് ഉറങ്ങി എണ്ണിച്ചത് കൊണ്ട് തന്നെ അവൻ ഉഷാറായി. പക്ഷെ ഞാൻ ഭയങ്കര ടയേർഡായിപ്പോയി കേട്ടോ. അപ്പോൾ ടീ ബാഗ് ഇട്ടെങ്കിലും മമ്മി കൊണ്ടുവന്നിട്ടുള്ള ഈ ടീ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ എനിക്കൊരു സുഖമുള്ളൂ ചായ കുടിക്കാൻ. അങ്ങനെ നല്ല അടിച്ച ചായയുടെ കൂട്ടത്തിൽ ബിസ്ക്കറ്റൊക്കെ മുക്കി ഒരാൾ എനിക്ക് വായിൽ വെച്ച് തരുന്നുണ്ട്. മമ്മി ഉണ്ടാക്കിയ നല്ല ഫ്രഷ് മാംഗോ പിക്കിളും അതുപോലെ തന്നെ കുറച്ച് കറികളും ഡാഡി കട്ട് ചെയ്ത് തന്നു വിട്ടിട്ടുള്ള പയറിൻ്റെ ഈ തോരൻ ഉണ്ടാക്കാനുള്ള സംഭവങ്ങളെല്ലാം ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി നേരെ തന്നെ വെച്ചു. നാളെ വെക്കാലോ എന്ന് കരുതി. പിന്നെ നൈറ്റ് കഴിക്കാനുള്ള ഡിന്നറും മമ്മി കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും സെറ്റ്. ലെവിക്കുട്ടിനെ കുളിപ്പിച്ച് ഫ്രഷ് ആക്കിയെങ്കിലും ബെഡ്ഷീറ്റ് എല്ലാം മാറ്റി എല്ലാം ക്ലീൻ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സൂപ്പർ ഡൂപ്പർ ടയർഡായിരുന്നു. ബെഡ് കിട്ടിയാൽ മതിയായിരുന്നു എനിക്ക്. പക്ഷേ ഇവിടെ ഒരാൾ ഫുൾ സ്വിങ്ങിലാണ് കേട്ടോ. ഞാൻ ചായ കുടിക്കുന്നത് കാരണമാണ് എന്നെ വിളിക്കാത്തത്, അല്ലെങ്കിൽ ഞാനും ഡാൻസ് കളിക്കേണ്ടി വന്നേനെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മുടെ ട്രിപ്പിനെ കുറിച്ചുള്ള അപ്ഡേഷൻ അറിയിക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. God bless.